എല്ലാവർക്കും നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ പോയട്രി സെക്ഷനിലെ അടുത്തത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പോയമാണ് പഠിക്കാൻ പോകുന്നത്. ദ ഹൗസ് ഓഫ് എ തൗസൻഡ് ഡോർസ്. നമുക്കിത് പഠിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമൊക്കെ തോന്നും. കാരണം ഇതൊരു ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ച് ഒരു ഇന്ത്യൻ റൈറ്റർ എഴുതിയിട്ടുള്ള ഒരു പോയമാണ്. ഹൗസ് ഓഫ് എ തൗസൻഡ് ഡോർസ് കുറച്ചൊരു പോസ്റ്റ് കൊളോണിയൽ ടച്ചൊക്കെയുള്ള ഒരു പോയാണ് എന്നുണ്ടെങ്കിലും നമുക്കൊരു ഇന്ത്യക്കാരെന്നുള്ള നിലയിലോ ഒരു ഇന്ത്യക്കാരിയാണല്ലോ ഇത് എഴുതിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അഭിമാനിക്കാം അല്ലേ. അപ്പം നമുക്ക് നമ്മുടെ ഹൗസ് ഓഫ് എ തൗസൻഡ് ഡോർസ് ആരാണ് എഴുതിയത്? മീന അലക്സാണ്ടർ. ദ ഹൗസ് ഓഫ് എ തൗസൻഡ് ഡോർസ് ബൈ മീന അലക്സാണ്ടർ. പരിചയമുണ്ടോ മീന അലക്സാണ്ടറിനെ കുറിച്ച്? എന്തൊക്കെ അറിയാം മീന അലക്സാണ്ടറിന്റെ ഹൗസ് ഓഫ് എ തൗസൻഡ് ഡോർസ് അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. നമുക്ക് മീന അലക്സാണ്ടറിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാം? പഠിക്കാം. ഓതറാണ് മീന അലക്സാണ്ടർ. മീന അലക്സാണ്ടറിൻ്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് വരികളുള്ള എന്നാൽ കുറച്ച് കണ്ടന്റ് കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക അനലൈസ് ഒക്കെ ചെയ്യേണ്ടുന്ന ഒരു പോയമാണ് ഹൗസ് ഓഫ് എ തൗസൻഡ് ഡോർസ്. Meena Alexander was an Indian American poet, scholar and writer. Why Indian American? ജനിച്ചത് ഇന്ത്യയിൽ അല്ലേ, born in India and brought up in America. So ഒരു ഇന്ത്യൻ അമേരിക്കൻ റൈറ്റർ ആണ് മീന അലക്സാണ്ടർ. പോയറ്റും സ്കോളറും അതുപോലെ തന്നെ വേറെ എഴുത്തുകളും കവിതയല്ലാതെ കുറേ എഴുത്തുകൾ അവരുടെ പേരിലുണ്ട്. She was born in Allahabad, India, 17th February 1951. സ്വാതന്ത്ര്യത്തിനൊക്കെ ശേഷമാണ് 1951 അവർ ജനിക്കുന്നത്. Later lived and worked in New York. അതുകൊണ്ടാണ് അമേരിക്കൻ എന്നുള്ളത് നമ്മൾ അവിടെ ചേർത്ത് വെക്കുന്നത് അല്ലേ. പിന്നീട് ജീവിച്ചതും ജോലി ചെയ്തതും ഒക്കെ അമേരിക്കയിലാണ്. She was a professor of English at ഹണ്ടർ കോളേജ് ആൻഡ് ദ UNY ഗ്രാജുവേറ്റ് സെൻറ്റർ. ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു, ഇംഗ്ലീഷ് പ്രൊഫസർ ആയിരുന്നു. യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലുമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്, ജോലി ചെയ്തിട്ടുണ്ട്. Then he died on 21 November 2018 in New York. 2018 ന്യൂയോർക്കിൽ വെച്ചാണ് മരിക്കുന്നത്. അസുഖം കാരണമാണ് മരിക്കുന്നത്, ക്യാൻസർ ആയിരുന്നു അല്ലേ. Then അടുത്തത് Father George and mother Mary Kuruvilla are from Kerala. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ജോർജ് അല്ല മേരി കുരുവിള എന്നൊക്കെ കേൾക്കുമ്പോൾ അവരെവിടെ നിന്നാണ്? കേരളത്തിലാണ്. അതുകൊണ്ടാണല്ലോ അവർ കേരളത്തിൽ ജനിക്കുന്നത്. Her father moved to Sudan for his job. അതായത് ജോലിയുടെ ആവശ്യമായിട്ട് സുഡാനിലേക്ക് മൂവ് ചെയ്യുന്നു. Her real name was Mary Elizabeth. അത് ചോദിക്കാം കേട്ടോ, പഠിച്ചു വെക്കുക. മേരി എലിസബത്ത് എന്നാണ് അവരുടെ റിയൽ നെയിം. Elizabeth Alexander. And at age 15, she officially changed her name from Mary to Meena. 15ാമത്തെ വയസ്സിൽ മേരിയിൽ നിന്നും മീനയായിട്ട് ഒഫീഷ്യലി അവർ എന്ത് ചെയ്തു? പേര് ചേഞ്ച് ചെയ്തു. After completing her PhD from University of Nottingham, she returned to India. She worked in the English department of University of Delhi, University of Hyderabad from 1975 to 1977. PhD ഒക്കെ നേടിയതിനു ശേഷം നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് PhD ഒക്കെ നേടിയത്. അതിനുശേഷം ഡൽഹിയിലും ഹൈദരാബാദിലും ഒക്കെ അവർ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വർക്ക് ചെയ്തിട്ടുണ്ട്. 1975 മുതൽ 77 ആ കാലഘട്ടമാണ് അവർ ജോലി ചെയ്തത് ഇവിടെ. She published her first volumes of poetry in India through the കൽക്കത്ത റൈറ്റേഴ്സ് വർക്ക്ഷോപ്പ്. ഓർത്തു വയ്ക്കുക, അവരുടെ ഫസ്റ്റ് റൈറ്റിംഗ് ഇവർ പബ്ലിഷ് ചെയ്തത് കൽക്കത്തയിൽ റൈറ്റേഴ്സ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവരിലൂടെയാണ് അവരുടെ ആദ്യത്തെ വർക്ക് അവരെന്ത് ചെയ്യുന്നത്? മീന അലക്സാണ്ടറിൻ്റെ വർക്ക് അവർ പബ്ലിഷ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം 1975 ആ കാലഘട്ടത്തിലൊക്കെ 77 കാലഘട്ടത്തിൻ്റെയൊക്കെ പ്രത്യേകത കൊൽക്കത്ത എന്ന് പറയുന്നത് എഴുത്തുകാർക്കും അതുപോലെ തന്നെ സാഹിത്യകാരന്മാർ ഏറ്റവും കൂടുതൽ
ഇരുന്നിരുന്ന അല്ലെങ്കിൽ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ചെലവഴിച്ചിരുന്ന ഒരു സിറ്റിയാണ് ഏതെന്ന് പറയുന്നത് കൽക്കത്ത. ധാരാളം എഴുത്തുകാരാണ് ആ ഒരു ടൈമിൽ കൽക്കത്തയിൽ ഉണ്ടായിരുന്നത്. അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ പോയിരുന്നത് ഒരുപാട് ആളുകൾ. അപ്പോൾ ആ സമയത്തൊക്കെ കൽക്കത്ത അങ്ങനെ അതിൻ്റെ പീക്കിൽ നിൽക്കുന്നതാണ്. അപ്പോഴാണ് കൽക്കത്ത വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ആ ഒരു കൾച്ചർ കൂട്ടായ്മ എന്ത് ചെയ്യുന്നത്, ഇതുപോലെയുള്ള ആളുകളുടെ ബുക്സ് കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തിരുന്നു. അവരാണ് മീന അലക്സാണ്ടറിൻ്റെ ഫസ്റ്റ് കളക്ഷൻ ഓഫ് ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ഷീ മാരീഡ് ഡേവിഡ് ലെലിവഡ് ഇൻ 1979 ആൻഡ് മൂവ് ടു ന്യൂയോർക്ക്. വീണ്ടും 1979 ഡേവിഡ് ലെലിവഡിനെ മാരി ചെയ്തിട്ട് അവർ വീണ്ടും എവിടേക്ക് പോയി? ന്യൂയോർക്കിലേക്ക് പോയി. Fault Lines, her memoir was chosen by Publishers Weekly as one of the best books of 1993. ഫോൾട്ട് ലൈൻസ് എന്നുള്ളത് മീന അലക്സാണ്ടറിൻ്റെ എന്താണ്? മെമ്മോയറാണ് കേട്ടോ, ഓർത്ത് വെക്കുക. ഫോൾട്ട് ലൈൻസ് 1993 അത് അവർ ബെസ്റ്റ് ബുക്കാണെന്നും പറഞ്ഞ് വീക്കിലി എന്ന് പറയുന്നത് അവർ പബ്ലിഷ് ചെയ്തിരുന്നു. ആരാ പബ്ലിഷ് ചെയ്തത്? വീക്കിലി പബ്ലിഷ് ചെയ്തിരുന്നു. പബ്ലിഷ്ഡ് ബൈ ദ ഫെമിനിസ്റ്റ് ദ സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്ക്. പബ്ലിഷ്ഡ് ബൈ ദ ഫെമിനിസ്റ്റ് പ്രസ് ദ സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്ക്. അപ്പോൾ ഫോൾട്ട് ലൈൻസ് ഓർക്കണം, മെമ്മോയർ എന്നുള്ള ടേം ഓർക്കണം. അത് വീക്കിലി പബ്ലിഷ് ചെയ്തിരുന്നു. എപ്പോഴാണ്? 1993. ആരാണ് പബ്ലിഷ് ചെയ്തത്? ഫെമിനിസ്റ്റ് പ്രസ് ദ സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്ക് ആണ് അതെന്ത് ചെയ്തത്? പബ്ലിഷ് ചെയ്തത് ഇൻ 1993. ഫോൾട്ട് ലൈൻസ് മെമ്മോയർ, അതാണ് നമ്മൾ അതിൽ നിന്നും എടുക്കേണ്ടത് കേട്ടോ. മീന അലക്സാണ്ടർ ചോദ്യങ്ങളാണ്. ഫോൾട്ട് ലൈൻസ് മെമ്മോയർ. Then her poetry collection Illiterate Heart. അടുത്ത പേര് Illiterate Heart. അവരുടെ പോയട്രി കളക്ഷൻ ആണ്. It won the 2002 പെൻ ഓപ്പൺ ബുക്ക് അവാർഡ്. മീന അലക്സാണ്ടറിന്റെ പെൻ ഓപ്പൺ ബുക്ക് അവാർഡ് ലഭിച്ചത് ഏതിനാണ്? ഇല്ലിറ്ററേറ്റ് ഹാർട്ട്. ഏതാ ഇയർ? 2002. In 2002 she was awarded the Impogi Yeziveh Yezizwe Poetry International Award. Impogi Yezizwe Poetry International Award 2002 അവർക്ക് ലഭിച്ചിട്ടുണ്ട്. Then she was the recipient of the 2009 Distinguished Achievements Award from the South Asian Literary Association for contribution to American literature. അമേരിക്കൻ ലിറ്ററേച്ചറിന് നൽകിയ സംഭാവനകളെ മുൻനിർത്തിക്കൊണ്ട് 2009 അവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഡിസ്റ്റിങ്വിഷ്ഡ് അല്ലേ, അച്ചീവ്മെന്റ് അവാർഡ്. സൗത്ത് ഏഷ്യൻ ലിറ്റററി അസോസിയേഷൻ ആണ് അതെന്ത് ചെയ്യുന്നത്? കൊടുത്തത്. Then in 2016 she received a Word Masala Award from the Word Masala Foundation. അതൊക്കെ നമ്മൾ റെയർ ആയിട്ട് കേൾക്കുന്ന ഒരു അവാർഡ്സ് ആണ് അല്ലേ. ഇങ്ങനെയൊക്കെ എന്താ പറയുക, നമ്മൾ ഇതുവരെ പഠിച്ച ആളുകൾക്കൊന്നും ഈ പറഞ്ഞ അവാർഡുകളൊന്നും എന്ത് ചെയ്യാത്തത് കൊണ്ട്, ലഭിക്കാത്തത് കൊണ്ട്. വലിയ ചോദ്യങ്ങളൊന്നും അല്ല. നമ്മൾ മീന അലക്സാണ്ടറിന്റെ ബയോഗ്രഫി പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ അതെന്ത് ചെയ്തു? അങ്ങോട്ട് പറഞ്ഞു പോയി. The themes, മീന അലക്സാണ്ടറിന്റെ ഒരു പോയത്തിലെ തീമുകൾ എന്ന് പറയുന്നത് അധികവും എന്തായിരിക്കും? മൈഗ്രേഷൻ ആയിരിക്കും. മൈഗ്രേഷൻ. ദെൻ എന്താണ്? ട്രോമ. ദെൻ റീകൺസിലിയേഷൻ. ദെൻ മെമ്മറീസ്, ഡിസയേഴ്സ്, ഐഡന്റിറ്റി ക്രൈസിസ്. ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഐഡന്റിറ്റി, പ്ലേസ്, ഫാമിലി, ജെൻഡർ. ഇതൊക്കെ ഇവരുടെ പോയത്തിലെ മെയിൻ തീമുകളായിട്ട് നമുക്ക് കണക്കാക്കാം. ശരിക്കും മീന അലക്സാണ്ടർ എന്ന് പറയുന്നത് ഒരു ഡയസ്പോറിക് റൈറ്റർ ആണ് അല്ലേ. ഡയാസ്പോറിക് റൈറ്റർ. വാട്ട് ഈസ് മെൻ ബൈ ഡയാസ്പോറിക് റൈറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിടത്ത് ജനിക്കുന്നു, അവിടുത്തെ ഭാഷയും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാം. അതിനുശേഷം വേറൊരു രാജ്യത്തേക്ക് എന്ത് ചെയ്യാണ്? പോവാണ്. അവിടെയും അവരെന്താണ്? എഴുതുന്നു. അങ്ങനെ ഈ ഡയാസ്പോറിക് റൈറ്റേഴ്സ് ആയിട്ടുള്ള എഴുത്തുകാരുടെ
എഴുത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഏതെന്ന് പറയുന്നത്. അവർക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജി ആയിരിക്കും അല്ലേ. അവരുടെ നാട്ടിനെ കുറിച്ചും വീടിനെ കുറിച്ചും ഒക്കെ ആലോചിക്കുമ്പോഴുണ്ടാകുന്ന എന്തുണ്ടാകും, ഒരു നൊസ്റ്റാൾജിയ ഉണ്ടാകും. അതുപോലെ തന്നെയാണ് അവരുടെ പോയത്തിലൊക്കെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാകും. അവരുടെ ഒരു ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ അവർ ആ പോയത്തിൽ പറയുന്നുണ്ടാകും. കാരണം അവർക്ക് ഇവിടുത്തെ ഒരാളായിട്ടും അംഗീകരിക്കുന്നില്ല, അവിടെയും അവരെന്താണ്, ആരുമല്ല എന്നുള്ള ഒരവസ്ഥ. ഇതൊക്കെ ഡയാസ്പോറിക് റൈറ്റേഴ്സിന്റെ ബാക്കി പറഞ്ഞതൊക്കെ ഉണ്ട് അല്ലേ. അവരുടെ മെമ്മറീസ്, അതുപോലെ തന്നെ ജെൻഡർ പ്രശ്നങ്ങൾ, ദെൻ അവരുടെ ഫാമിലി കാര്യങ്ങൾ, പിന്നെന്താണ് അധികവും നമുക്ക് ഈ ഡയാസ്പോറിക് റൈറ്ററിന്റെ വാക്കുകളിൽ പോയത്തിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു പെർട്ടിക്കുലർ വേർഡാണ് ഇതെന്ന് പറയുന്നത്, നോവേർ. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. അങ്ങനെയാണെങ്കിൽ എടുത്തു നോക്കുക. ഈ നോവേർ എന്നുള്ള വേർഡൊക്കെ നമുക്ക് അവരുടെ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് സാധിക്കും. സോ മീന അലക്സാണ്ടർ എന്നുള്ള ഡയസ്പോറിക് റൈറ്ററുടെ മേജർ വർക്ക്സിനെ നമുക്ക് എന്ത് ചെയ്യാം, പരിചയപ്പെടാം. ദ ബേർഡ്സ് ബ്രൈറ്റ് റിംഗ് 1976 അതൊരു പോയമാണ് കേട്ടോ. ദ ബേർഡ്സ് ബ്രൈറ്റ് റിംഗ് എന്നുള്ളത് 1976 പബ്ലിഷ് ചെയ്യുന്നത്. ഇറ്റ്സ് എ പോയം. പ്രത്യേകിച്ച് പറയാൻ കാരണം അവർ പോയറ്റാണ്, റൈറ്ററാണ്, നോവലുകളും ബാക്കിയെല്ലാം എഴുതുന്ന കൂട്ടത്തിലാണ്. ഐ റൂട്ട് മൈ നെയിം 1977 പോയത്തിന്റെ കളക്ഷൻ ആണ്. വിതൗട്ട് പ്ലേസ് 1977 പോയമാണ്. നോക്കൂ, വിതൗട്ട് പ്ലേസ് ഇൻ ദ മിഡിൽ എർത്ത് 1977. ഓക്കെ, ദെൻ കളക്ഷൻസിൽ സ്റ്റോൺ റൂട്ട്സ് 1981, ഹൗസ് ഓഫ് എ 1000 ഡോസ് 1988, അതാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഹൗസ് ഓഫ് എ 1000 ഡോസ്. റിവർ ആൻഡ് ബ്രിഡ്ജ് ഇൻ 1996, ഇലിറ്ററേറ്റ് ഹാർട്ട് 2002, പെൻ അവാർഡ് ഒക്കെ കിട്ടിയിട്ടുള്ളതാണ് അല്ലെ, ഇലിറ്ററേറ്റ് ഹാർട്ട്. റോസ് സിൽക്ക് 2004, ബർത്ത് പ്ലേസ് വിത്ത് ബറീഡ് സ്റ്റോൺസ് 2013. ആ ടൈറ്റിലൊക്കെ കാണുമ്പോൾ ഒരു ഡയാസ്പോറിക് റൈറ്റർ ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ. ബർത്ത് പ്ലേസ് വിത്ത് ബറീഡ് സ്റ്റോൺസ് ഇൻ പ്രൈസ് ഓഫ് ഫ്രാഗ്മെന്റ്സ്. ദെൻ വേറെ ബുക്കുകളുടെ കളക്ഷൻ, എ പോയം ഇൻ 5 പാർട്സ് 1989, നൈറ്റ് സീൻ, ദ ഗാർഡൻ 1992, ഷിംല ഇൻ 2012. ദെൻ നോവൽസിൽ നമ്പള്ളി റോഡ് നമ്മളെല്ലാവരും പഠിച്ചിട്ടും വായിച്ചിട്ടുമുള്ളതായിരിക്കും അല്ലേ. നമ്പള്ളി റോഡ്, ഇറ്റ്സ് ഇൻ 1999. എത്ര രസമായിട്ടാണ് നമ്പള്ളി റോഡിൽ രാമുവും മീരയും ഒക്കെ തമ്മിലുള്ള ആ ഇഷ്ടവും, അതുപോലെ തന്നെ അന്ന് ഹൈദരാബാദിൽ ഉണ്ടായിരുന്ന ആ പൊളിറ്റിക്കൽ സാറ്റയർ ഒക്കെ അവർ വരച്ചു ചേർത്തിട്ടുള്ളത്. സോ നമ്പള്ളി റോഡ് 1991. ദെൻ എന്താണ്, മാൻഹാറ്റൻ മ്യൂസിക് 1996. നമ്പള്ളി റോഡ് ഓർക്കുക, നമ്പള്ളി റോഡ് ചോദിച്ചിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു ഫോൾട്ട് ലൈൻസ് എന്നുള്ള അവരുടെ എന്താണ് മെമ്മോയറിനെ കുറിച്ചിട്ട്. ഫോൾട്ട് ലൈൻസ് അല്ലെ, മെമ്മോയർ. It follows the life of poet and scholar Meena Alexander, who was born into a privileged childhood in India and raised in the Sudan, and she moved to New York City. ഫോൾട്ട് ലൈൻസ് മെമ്മോയർ ആണ് അല്ലേ. അതിൽ എന്താണ് പറയുന്നത്, ആ മീന അലക്സാണ്ടർ എന്ന് പറയുന്ന ആ പെൺകുട്ടി ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള, ഇന്ത്യയിൽ അവർ ചിലവഴിച്ച അവരുടെ ചൈൽഡ്ഹുഡ്, അതിനുശേഷം സുഡാനിലേക്ക് മൂവ് ചെയ്യുന്നു, അവിടെ നിന്ന് എവിടേക്ക്, ന്യൂയോർക്കിലേക്ക് മൂവ് ചെയ്യുന്നു. മെമ്മോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ, അവരുടെ അനുഭവങ്ങൾ അല്ലെ, അത് തന്നെ ആയിരിക്കും, അവരുടെ ഓർമ്മക്കുറിപ്പുകളൊക്കെ തന്നെയാണ് അതിലുണ്ടാവുക. സോ ഫോൾട്ട് ലൈൻസ്. ദെൻ ഇലിറ്ററേറ്റ് ഹാർട്ട്, ഇച്ചിരി ഇങ്ങനെ അടുത്തൊക്കെ വരണേ, ഈ ഐയും ഇത് എല്ലോ ആണ് കേട്ടോ. ഇലിറ്ററേറ്റ് ഹാർട്ട്, എ കളക്ഷൻ ഓഫ്
ഓട്ടോബയോഗ്രഫിക്കൽ പോയംസ് ബൈ മീന അലക്സാണ്ടർ. ഓർത്തു വെച്ചോ, ഏതാണ്? എ കളക്ഷൻ ഓഫ് ഓട്ടോബയോഗ്രഫിക്കൽ പോയംസ് ബൈ മീന അലക്സാണ്ടർ. മീന അലക്സാണ്ടറിന്റെ ഓട്ടോബയോഗ്രഫിക്കൽ പോയംസിന്റെ ഒരു കളക്ഷൻ ആണ് ഇല്ലിറ്ററേറ്റ് ഹാർട്ട്. Her poetry emerges as a consciousness moving between two worlds, between memory and present day experience. നമുക്ക് ഇവരുടെ ഈ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ പോയത്തിലൊക്കെ പ്രധാനമായിട്ടും കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രണ്ട് വാക്കുകളുടെ ഇടയിലാണ് അവരുടെ ഒരു പോയത്തിന്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. ബിറ്റ്വീൻ മെമ്മറി, ഓർമ്മകളും, ആൻഡ് പ്രസന്റ് ഡേ എക്സ്പീരിയൻസ്, ഇന്നത്തെ ജീവിതത്തിന്റെ അനുഭവങ്ങളും. ആ ഒരു രീതിയിൽ നമുക്ക് ഈ ലിറ്ററേറ്റ് ഹാർട്ടിലുള്ള ഓട്ടോബയോഗ്രഫിക്കൽ പോയംസിനെ ഒക്കെ ഒന്ന് നോക്കിക്കാണാം. ദെൻ നംപള്ളി റോഡ്, അല്ലേ? നംപള്ളി റോഡ് 1991. It's a novel published in 1991. 1991 ആ നോവല് പബ്ലിഷ് ചെയ്യുന്നത്. മീര returns to India after graduate school in England to teach, but when she moves into a house on Nampalli Road in Hyderabad, she must come to terms with the conflicts and contradictions of life in modern India. മീര എന്ന് പറയുന്ന ഞാൻ പറഞ്ഞല്ലോ അപ്പോഴേ, അല്ലേ? മീര ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണ്. അവരെ ഗ്രാജുവേഷനൊക്കെ അവർ ഇംഗ്ലണ്ടിൽ പൂർത്തിയാക്കിയതിന് ശേഷം പഠിപ്പിക്കാനായിട്ട് നംപള്ളി റോഡിലുള്ള ഒരു വീട്ടിലാണ് അവർ എന്ത് ചെയ്യുന്നത്, താമസിക്കുന്നത്. അവിടെയൊക്കെയുള്ള അവിടുത്തെ പൊളിറ്റിക്കൽ സാറ്റയറും അവിടെ നടക്കുന്ന പ്രശ്നങ്ങളും കോൺട്രഡിക്ഷൻസും ആ ഒരു മോഡേൺ ഇന്ത്യയുടെ കാര്യങ്ങളൊക്കെയാണ് അവിടെ എടുത്ത് കാണിക്കുന്നത്. Then Manhattan Music, it comes under the genre ഫിക്ഷൻ ആണ്. മാൻഹട്ടൻ മ്യൂസിക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് ഭയങ്കര ഒരു പോയറ്റിക് കളക്ഷനിലോ അല്ലെങ്കിൽ പോയത്തിലോ അങ്ങനെ വരുന്നതല്ല, അതൊരു ഫിക്ഷൻ ആണ്. റൊമാൻസ് നോവൽ പബ്ലിഷ് ഇൻ 1997. ജോണർ ഫിക്ഷൻ, റൊമാൻസ് നോവലാണ്. ഏത് ഇയർ ആണ് പബ്ലിഷ് ചെയ്യുന്നത്? 1997. Then Sandhya Rosenblum, an immigrant from India, married to an American Jewish man, tries to make sense of her life in a time of turbulence. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്യാരക്ടേഴ്സും ഈ പ്ലോട്ടും ഒക്കെ കാണുമ്പോൾ എന്നാ തോന്നുന്നേ? ഇവിടെ നോക്കൂ, സന്ധ്യ റോസംബുലം എന്ന് പറയുന്ന ഒരു വ്യക്തി, അല്ലേ? അവരാരെയാണ്? അമേരിക്കക്കാരനായുള്ള ഒരാളെ കല്യാണം കഴിക്കുകയാണ്. എന്തെങ്കിലും അതിലൊരു ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ് നിങ്ങൾക്ക് കാണാനുണ്ടോ? ഉണ്ടാകും. അപ്പം മീന അലക്സാണ്ടർ എന്ന് പറയുന്ന റൈറ്ററുടെ അവരുടെ എല്ലാ ഒരു ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവരുടെ ഓരോ വർക്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. പിന്നെ അടുത്തത് ബർത്ത് പ്ലേസ് വിത്ത് ബറീഡ് സ്റ്റോൺസ്. ഇത് അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകൾ മാത്രമാണ് ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ പഠിക്കുന്ന സമയത്ത് സിലബസിൽ എന്തൊക്കെയാണ് പി ജിക്കും എന്താ പറയുക ഡി ജിക്കൊക്കെ ഉണ്ടായിരുന്നത് എന്നുള്ളത്, എനിക്ക് യു ജിക്കൊക്കെ ഉണ്ടായിരുന്നത് എന്നുള്ളത് അറിയില്ല. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നംപള്ളി റോഡും അതുപോലെ തന്നെ മറ്റേ മാൻഹട്ടൻ മ്യൂസിക് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വായിച്ചിട്ടൊക്കെ ഉണ്ട്, പഠിച്ചിട്ടൊക്കെ ഉണ്ട് നോവലുകൾ. ബർത്ത് പ്ലേസ് വിത്ത് ബറീഡ് സ്റ്റോൺ, ഇറ്റ് കൺവേ ദ ഫ്രാഗ്മെന്റഡ് എക്സ്പീരിയൻസ് ഓഫ് ട്രാവലർ ഫോർ whom home is both nowhere and everywhere. അതായത് അതും ഒരു ഫ്രാഗ്മെന്റഡ് എന്താണ്, എസ്സേ പോലെയുള്ളതാരാണ്. ഒരാൾക്ക് ഒരു സ്ഥലത്തും അയാളുടെ വീട്ടിലും അവർക്ക് സ്ഥാനമില്ല, പോയവിടെയും ഇല്ല എന്ന് പറഞ്ഞിട്ട് നോവേർ, അല്ലേ? അതൊരു ഡയസ്പോറിക് റൈറ്ററുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം. ഇൻ ആൻ എസ്സേ ദ ഷോക്ക് ഓഫ് അറൈവൽ ഷീ സെലിബ്രേറ്റ്സ് വിമൻ റൈറ്റേഴ്സ്. അപ്പോൾ ഷോക്ക് ഓഫ് അറൈവൽ എന്നുള്ളത് എന്താണ്? ഒരു എസ്സേ ആണ്. ആ എസ്സേയിൽ അവർ വിമൻ റൈറ്റേഴ്സ് ആണ്, സ്ത്രീ എഴുത്തുകാരെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. തോറുദത്ത്, ലളിതാംബിക അന്തർജനം ആൻഡ് സരോജിനി നായിഡു. ഓർത്തു വെച്ചോ, ദ ഷോക്ക് ഓഫ് അറൈവൽ എന്ന് പറയുന്നത് മീന അലക്സാണ്ടറിന്റെ എന്താണ്, ഒരു എസ്സേ ആണ്. ആ എസ്സേയിൽ
അവര് വിമൻ റൈറ്റേഴ്സ് ആയിട്ടുള്ള തോറു ദത്ത്, അതുപോലെ തന്നെ ലളിതാംബിക അന്തർജനം, സരോജിനി നായിഡു, ഇവരെ കുറിച്ചൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, എഴുതുന്നത്. അന്നത്തെ കാലത്ത് ഏറ്റവും തിളങ്ങി നിന്നിരുന്ന എഴുത്തുകാരാണ് അല്ലെ, പെണ്ണെഴുത്തുകാരാണ്. മോർ റീസെന്റ് in 2017 she published a poem titled Refugee in the Bennington Review, in which she assumes the persona of Sarah Copia Zilla, a 17th century female poet of Venice, to lament the death of Turkish refugee child Aylan Kurdi, whose photograph on a rocky beach drew global attention to the Syrian refugee crisis. Aylan Kurdiയെ കുറിച്ച് നിങ്ങൾ കണ്ടറിഞ്ഞിട്ടുണ്ടാകും അല്ലെ. അയലാൻ ഖുർദി എന്ന് പറയുന്ന ആ ഒരു കൊച്ചു കുട്ടിയുടെ, ആ കൊച്ചു അഭയാർത്ഥിയുടെ ഒരു ഫോട്ടോ ഒരു ബീച്ചിൽ, അന്ന് ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബീച്ചിൽ വന്നടിഞ്ഞിട്ടുള്ള ആ കുട്ടിയുടെ ആ ഒരു ജീവിതം. അയലാൻ ഖുർദിയാണ് ആ റെഫ്യൂജി ചൈൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റെഫ്യൂജി എന്ന് പറയുന്ന ആ ഒരു പോയത്തിൽ ഇതുപോലെയുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് അവരെന്ത് ചെയ്തത്, മെൻഷൻ ചെയ്തത്. She also wrote a one-act play. ഒരു one-act play അവർ എഴുതിയിട്ടുണ്ട്, ഇൻ ദ മിഡിൽ എർത്ത്, 1977 വോള്യൂം ക്രിറ്റിസിസം ആണ്. ഇൻ ദ മിഡിൽ എർത്ത് എന്ന് പറയുന്നത് ഒരു one-act play ആണ്. അത് മീന അലക്സാണ്ടറിന്റെ പ്ലേ ആണ്. അതൊരു ക്രിറ്റിസിസം ആണ് കേട്ടോ. വിമൻ ഇൻ റൊമാൻറ്റിസിസം 1989, a semi-autobiographical novel set in Hyderabad, India. Women in Romanticism എന്നുള്ളത് ഒരു നോവലാണ്. അതിലൊരു സെമി ഓട്ടോബയോഗ്രഫിക്കൽ നോവലാണ്. ഹൈദരാബാദ്, ഇന്ത്യയിലുള്ള ഹൈദരാബാദ് എന്ന് പറയുന്ന ഒരു സിറ്റി വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. She explored the themes of feminism, forced colonialism, dislocation, മെമ്മറി ആൻഡ് മോർ. മെയിനായിട്ട് അവർ ഈ പറഞ്ഞ തീംസ്, ഫെമിനിസം, നമ്മൾക്ക് ഈ പഠിക്കാൻ പോകുന്ന എ ഹൗസ് ഓഫ് 1000 ഡോർസ്, അതിലും കാണാം നമുക്കൊരു ഫെമിനിസം, ഫെമിനിക് ടച്ച് ഒക്കെ കാണാം. ദെൻ പോസ്റ്റ് കൊളോണിയലിസം, ഡിസ്ലൊക്കേഷൻ എപ്പോഴും പറഞ്ഞല്ലോ ഡയാസ്പോറിക് റൈറ്റേഴ്സിന്റെ മേജർ തീംസ് ആണ് അല്ലെ. ഇവിടെ നിന്നും അവരവിടേക്ക് പറിച്ചു നടന്ന. ദെൻ മെമ്മറി ആൻഡ് മോർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മീന അലക്സാണ്ടറിനെ കുറിച്ച് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം നമ്മളുടെ ഒരു ഇന്ത്യൻ റൈറ്റർ ആണ് അല്ലെ. ഇവര് എങ്ങനെയാണ് പ്രധാനപ്പെട്ടതാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാ ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പരീക്ഷകൾക്കും ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് എഴുതുന്ന റൈറ്റേഴ്സ്, ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സിന്റെ എണ്ണം, ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് വളരെ എന്തായിരിക്കും, കുറച്ചാളുകളെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഇന്ത്യൻ റൈറ്റേഴ്സിനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആ വിഭാഗത്തിൽ നിന്നുള്ള മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും.